So, good evening, students. നമ്മൾ ആംപ്ലിഫയറിന്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതിന്റെ ഒരു സമ്മറി ഞാൻ പറയാം. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ലെക്ചർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബയസിംഗ് സർക്യൂട്ട് ആണ്. 3 ടൈപ്സ് ബയസിംഗ് സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. രണ്ടെണ്ണം വളരെ യൂട്ടിലൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. യൂസ് ചെയ്യുന്നത് കൂടുതലും മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട്. വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട്, ഈ സർക്യൂട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ ആയിട്ട് ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യും. What do you mean by an amplifier? What is the circuit? ഇതിനെ കുറിച്ചുള്ള ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇനി ഉള്ള ലെക്ചറിംഗിൽ നമ്മൾ വരുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബയസിംഗ് സർക്യൂട്ട് നമ്മൾ 3 എണ്ണം, അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട്. നിങ്ങൾ ഇപ്പൊ നോക്കും, ഞാൻ ആ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് മനസ്സിലാവും. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച ഒരു ബയസിംഗ് സർക്യൂട്ടിന് വളരെ സിമിലർ ആണ്, അതുപോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ യു വിൽ ഗെറ്റ്. സോ ഞാൻ ആദ്യം തന്നെ ഒരു ആംപ്ലിഫയർ എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ തരുന്നത്. സോ ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് വരയ്ക്കുന്നു. ഈ ബ്ലോക്കിനകത്തോട്ട് ഞാൻ ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ആ ഇൻപുട്ട് ലെറ്റ് ഇറ്റ് ബി 1 വോൾട്ട് പീക്ക് ടു പീക്ക്. ദാറ്റ് മീൻസ് ഇവിടെ 0.5 വോൾട്ട്, താഴെ 0.5 വോൾട്ട്, ടോട്ടൽ നമുക്ക് 1 വോൾട്ട് പീക്ക് ടു പീക്ക് കിട്ടി. ഇതൊരു ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. എനിക്ക് ആ ഓപ്പറേഷൻസ് അതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. പക്ഷേ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ ഞാൻ ഔട്ട്പുട്ട് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വോൾട്ടേജ് 10 വോൾട്ട് പീക്ക് ടു പീക്ക്. 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പീക്ക് മുതൽ ഈ പീക്ക് വരെ 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വോൾട്ട് കാണും, ഇവിടെ 5 വോൾട്ട് കാണും. അന്നേരം എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 10 വോൾട്ട് പീക്ക് ടു പീക്ക്, ഇൻപുട്ട് ഞാൻ കൊടുത്തത് 1 വോൾട്ട് പീക്ക് ടു പീക്ക്. അന്നേരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു വാട്ട് ഈസ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗെയിൻ. ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടിയത് 10 വോൾട്ട്, ഇൻപുട്ട് വോൾട്ടേജ് എത്ര കിട്ടിയത് 1. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. സോ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഇൻപുട്ടിൽ നിന്ന് ചെറിയൊരു വോൾട്ടേജ് കൊടുത്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ടിൽ അത്രയും ടൈംസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസ് ഗെയിൻ ഇൻടു ഇൻപുട്ട് വോൾട്ടേജ്. ഞാനൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, ആ സിസ്റ്റത്തിന് ഒരു ഗെയിൻ ഫാക്ടർ ഉണ്ട്, അത്രയും മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അന്നേരം ആംപ്ലിഫയർ എന്ന് പറയുന്നത് എന്താ? ഒരു ചെറിയ ഒരു മൈന്യൂട്ട് സിഗ്നൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ ആംപ്ലിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ ഞാൻ മോർ വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് എനിക്ക് ഔട്ടിൽ കിട്ടുവാണെങ്കിൽ ആ ടൈപ്പ് സർക്യൂട്ടിനെയാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അന്നേരം ഞാൻ ഈ ഇൻറ്റു മാർക്ക് മായ്ക്കുവാണ്. ഇൻറ്റു മാർക്ക് മായ്ച്ചിട്ട് ഞാൻ അവിടെ എഴുതും ഇറ്റ് ഈസ് ആൻ ആംപ്ലിഫയർ. സോ ആംപ്ലിഫയർ മീൻസ് വാട്ട്? ഇൻപുട്ട്, ഒരു നെഗ്ലിജിബിൾ ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നു 1 വോൾട്ട്, എനിക്കത് മാക്സിമൈസ് ചെയ്ത് 10 വോൾട്ട് കിട്ടുന്നുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി ഗെയിൻ എന്ന് പറയുന്നത് 10 ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് എഴുതാം. നിങ്ങൾ ഓൾറെഡി 2 ഇക്വേഷൻസ് അറിയാം, ഗെയിൻ ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ ഇത് ആണ് ഒരു ആംപ്ലിഫയറിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ. ഒരു മൈന്യൂട്ട് വോൾട്ടേജ് കൊടുക്കുന്നു, ആ ആംപ്ലിഫയറിന് ഒരു ഗെയിൻ കാണും, അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇൻപുട്ട് വരുന്നത്. അതിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു ലാർജർ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. അത് ഇംപ്രൂവ് ആയിരുന്നത് ഏതിനകത്താണ്? ഫ്രീക്വൻസിയിലല്ല. ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ചും ഇല്ല, ആംപ്ലിറ്റ്യൂഡിലാണ് ചേഞ്ച് ഉള്ളത്. ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ല, ആംപ്ലിറ്റ്യൂഡിലാണ്. അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്യാം. ഇൻ ആംപ്ലിഫയർ ആംപ്ലിറ്റ്യൂഡ് ഈസ് ചേഞ്ച്ഡ്, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് എന്ന് പറയാം. ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. ഫ്രീക്വൻസിക്കകത്ത് ഒരു വ്യത്യാസവും ഇല്ല, ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. ഫ്രീക്വൻസിക്കകത്ത് ഒരു ചേഞ്ചും ഇല്ല, ആംപ്ലിറ്റ്യൂഡ് ആണ് മാറിയത്. ഈ 2 കാര്യങ്ങൾ ആംപ്ലിഫയറിനകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ആകാം, ബട്ട് ഫ്രീക്വൻസിക്കകത്ത് ഒരു ചേഞ്ചും ഇല്ല. സോറി, ഇറ്റ് ഈസ് നോട്ട് ആംപ്ലിറ്റ്യൂഡ്, ദിസ് ഈസ് ആംപ്ലിഫയർ. സോ ഇൻ ആംപ്ലിഫയർ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻക്രീസ്ഡ് ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. ഇതാണ് ഒരു ജനറൽ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരേണ്ട ഒരു കാര്യം.
Okay, so I'm stopping this share over here. I need to take the one more slides over here, so just hold on. I need to take one more Word document. So I'm taking this Word document here. Just hold on. Okay, so we'll continue the section. Okay. So നമ്മൾ ആംപ്ലിഫയറിന്റെ ഒരു ജനറൽ ഐഡിയയെ കുറിച്ചാണ് നമ്മൾ ഇപ്പം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. എന്താണ് ആംപ്ലിഫയർ? ഒരു ആംപ്ലിറ്റ്യൂഡ് ഒരു ചേഞ്ച് വരുന്നു, ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ചും ഇല്ല, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൺലി ചേഞ്ച്ഡ്. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിനാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ഐ ആം ഡിസ്കസിങ് എ ബേസിക് ആംപ്ലിഫയർ സർക്യൂട്ട്. ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം, ദിസ് ഈസ് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്യുന്നു. ദിസ് ഈസ് എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ. ഒറ്റ സ്റ്റേജ് ഉള്ള ഒരു ആംപ്ലിഫയർ ആണ്. അന്നേരം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ സ്റ്റേജ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു 2 സ്റ്റേജോ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആയിക്കൂടാ. സോ you need to think that if there is a single stage amplifier, why we are not having a multi-stage amplifier? Yes, multi-stage amplifier is there. So we need to study single stage amplifier and as well as multi-stage amplifier. So single stage amplifier, first we were discussing. So what is single stage amplifier? So first of all, we will discuss its circuit diagram. Circuit diagram. What is a single stage amplifier? So I am drawing the circuit. ഈ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ബയസിംഗ് സർക്യൂട്ടിന് വളരെ സിമിലർ ആണെന്നുള്ള കാര്യം മനസ്സിലാവും. അത് ഓർത്തു വെക്കുക ഏത് സർക്യൂട്ട് ആണെന്ന്. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹിയർ ഇറ്റ് ഈസ് R1, ഹിയർ ഇറ്റ് ഈസ് R2, ഹിയർ ഇറ്റ് ഈസ് RC, ഹിയർ ഇറ്റ് ഈസ് RE, ഹിയർ ഇറ്റ് ഈസ് C ഇൻപുട്ട്, ഹിയർ ഇറ്റ് ഈസ് C ഔട്ട്പുട്ട്. ഇൻപുട്ട് വരുമ്പോൾ ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ ഒരു AC ഇൻപുട്ട് സിഗ്നൽ കൊടുക്കണം. V input, this is AC input. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. Here there must be a load over here, RL. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആംപ്ലിഫയർ. സോ ഇത് ഏത് സർക്യൂട്ടിന് വളരെ സിമിലർ ആണ്? നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏത് സർക്യൂട്ടിനാണ്? യൂണിവേഴ്സൽ ബയസിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിന് വളരെ സിമിലർ ആണ്. അല്ലെങ്കിൽ പറയാം യൂണിവേഴ്സൽ ബയസിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട് ഈസ് ബേസിക്കലി ആൻ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇനി ഈ സർക്യൂട്ടിന് കുറച്ച് ഉള്ള കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസ് എന്താണെന്ന് ആണ് അടുത്ത ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത്. അന്നേരം ആദ്യത്തെ സെക്ഷനിൽ സർക്യൂട്ട് പഠിക്കുക, അടുത്ത സെക്ഷനിൽ പഠിക്കേണ്ടത് വാട്ട് ആർ ഇറ്റ്സ് കമ്പോണൻസ്. സോ ഞാൻ ആ കമ്പോണന്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുവാണ്. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് ഇറ്റ്സ് കമ്പോണൻസ്. നിങ്ങൾ നേരത്തെ ആ സർക്യൂട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ദർ ഈസ് റെസിസ്റ്റേഴ്സ് R1, R2, RE ആൻഡ് RC. ഇത്രയും കമ്പോണൻസ് നമ്മൾ പറയും. ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ബയസിംഗ്. ബയസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ. ക്യൂ പോയിന്റ് പെർഫെക്റ്റ്ലി ആക്കാൻ വേണ്ടി ആണ് ഞാൻ R1, R2, RE, RC യൂസ് ചെയ്യുന്നത്. സോ ബയസിംഗ് പർപ്പസിന് വേണ്ടിയാണ് R1, R2, RE ആൻഡ് RC യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് C ഇൻപുട്ട്. അല്ലെങ്കിൽ ഇൻപുട്ട് കപ്പാസിറ്റർ. ഇൻപുട്ട് കപ്പാസിറ്ററിന് 2 ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇൻപുട്ട് AC സിഗ്നലിനെ നമുക്ക് സർക്യൂട്ടിലേക്ക് കപ്പിൾ ചെയ്യണം. ഇൻപുട്ട് AC സിഗ്നലിനെ കപ്പിൾ ചെയ്യണം. സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് AC-യെ അലൗ ചെയ്യണം, DC സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യണം.
സോ ഞാൻ പറഞ്ഞ സർക്യൂട്ട്സിന്റെ എലമെന്റ്സ് എങ്ങനെയാണ് R1, R2, RC, RE ഇതെല്ലാം ക്യൂ പോയിന്റ് പ്രോപ്പർലി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇൻപുട്ട് കപ്പാസിറ്റർ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻപുട്ട് എ സി സിഗ്നലിനോട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ്, എ സി സിഗ്നലിനെ അലോ ചെയ്യാൻ വേണ്ടിയാണ്, ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അതിനകത്ത് അടുത്ത ഒരു സർക്യൂട്ട് ഉണ്ട്. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് സി ഔട്ട്പുട്ട് കപ്പാസിറ്റർ. അതും സെയിം തന്നെയാണ്. ഒരു നെക്സ്റ്റ് സ്റ്റേജ്, മൾട്ടി സ്റ്റേജ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു നെക്സ്റ്റ് സ്റ്റേജ് വരുവാണെങ്കിൽ അതിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ്. ടു കപ്പിൾ ദ നെക്സ്റ്റ് സ്റ്റേജ് ടു ദ സർക്യൂട്ട്, അതിനുവേണ്ടിയാണ് സി ഔട്ട്പുട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിന്റെ ഫംഗ്ഷനാലിറ്റി ഞാൻ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത്. സി ഈസ് കോൾഡ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. എന്തുകൊണ്ടാണ് എമിറ്റർ ബൈപാസ് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ അതിന്റെ ഒന്നും കൂടെ പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആംപ്ലിഫയറിന്റെ ഒരു സെക്ഷനാണ്. ആംപ്ലിഫയറിന്റെ സെക്ഷനകത്ത് സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജും വരാം. സിംഗിൾ സ്റ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് സർക്യൂട്ട് ഡയഗ്രാം, ഈ സർക്യൂട്ട് ഡയഗ്രാം വളരെ സിമിലർ ആണ് യൂണിവേഴ്സൽ വോൾട്ടേജ് ഡിവൈഡർ ബൈസിംഗ് സർക്യൂട്ടിനോട്. അതിനകത്ത് പറയേണ്ട ഡിഫറെന്റ് കമ്പോണൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. R1, R2, RE, RC ബയസിംഗ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ ആണ്. സി ഇൻപുട്ടിനെ കപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എ സി അലോ ചെയ്യാൻ, ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ. ഔട്ട്പുട്ട് കപ്പാസിറ്റർ നോക്കുക, നിങ്ങൾ മനസ്സിലാവും. ഇവിടെ ഒരു സ്റ്റേജും കൂടെ എക്സ്ട്രാ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ വെച്ചിട്ട് വേണം അടുത്ത സ്റ്റേജിനെ എനിക്ക് കപ്പിൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് കപ്ലിംഗ്. ഇനി എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE, അതിന്റെ ഡിസ്കഷൻ ആണ് ഞാൻ അടുത്ത സെക്ഷനിൽ പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ്, ഇതെല്ലാം വർക്കിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ CE? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ CE? അതിന് ഞാൻ ഒരു ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ ഡയഗ്രത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻസ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കത് നേരത്തുള്ള ആ ഒരു സർക്യൂട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളുടെ ട്രാൻസിസ്റ്റർ, ഇവിടെ നിങ്ങളുടെ എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ആദ്യം എമിറ്റർ റെസിസ്റ്റൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, കപ്പാസിറ്റർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഇല്ല. ഇനി ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ടിലോട്ട് പോകുന്ന പോർഷൻ ആണ്. ഇത് നിങ്ങളുടെ ഇൻപുട്ടിലോട്ട് വരുന്ന ഡയറക്ഷൻ ആണ്. ഇൻപുട്ട് സിഗ്നൽ ഇവിടെ വരുന്നിട്ട് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ആംപ്ലിഫയർ, ഇതൊരു ആംപ്ലിഫയർ ആണ്, ആംപ്ലിഫൈ ചെയ്യും. അന്നേരം ഇവിടെ വരുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു, ഇതേണ്ട ആംപ്ലിഫയർ ആയി. അന്നേരം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പാത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻപുട്ട് ഇങ്ങനെ വരുന്നു, ഇൻപുട്ട് ഇവിടെ വന്ന് ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫൈ ചെയ്ത് രണ്ട് ഡയറക്ഷനിലോട്ട് ഇതിന് പോകാൻ പറ്റും. ഇങ്ങോട്ടും പോകാൻ പറ്റും, ഇങ്ങോട്ടും പോകാൻ പറ്റും. അതിന് നമ്മളൊരു സിഗ്നലിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തവും ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടണം, 100% ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഈ ആംപ്ലിഫൈ ചെയ്തതിന്റെ ഒരു 80% മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട് സൈഡിലോട്ട് പോകത്തുള്ളൂ. ബട്ട് ബാക്കിയുള്ള 20% ഈ എമിറ്റർ റെസിസ്റ്റൻസിനകത്തൂടെ ഡിസിപ്പേറ്റ് ചെയ്യും. അന്നേരം നമുക്ക് ഇൻപുട്ടിന്റെ 80% മാത്രമേ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നുള്ളൂ. ആംപ്ലിഫൈഡ് വേർഷൻ ഒരു 80% 20% നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ലോസ്റ്റ് ആയി. ഇത് ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയതിന്റെ 80% മാത്രമേ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നുള്ളൂ. നമ്മുടെ 20% ഡിസിപ്പേറ്റ് ചെയ്താണ് പോകുന്നത്. ഈ ഒരു കുറവ്, അല്ലെങ്കിൽ ഈ നമുക്ക് 100% ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടണം. അത് നമ്മുടെ എയിം ആണ്. അതിനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാം, അതിനുവേണ്ടിയാണ് ഞാൻ ഒരു കപ്പാസിറ്റർ എക്സ്ട്രാ ഞാൻ കണക്ട് ചെയ്യുന്നത്. അന്നേരം ഞാൻ കപ്പാസിറ്റർ എക്സ്ട്രാ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് 100% ആംപ്ലിഫിക്കേഷൻ സൈഡിൽ കിട്ടുന്നതെന്നുള്ളതാണ് ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ സർക്യൂട്ടിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. സർക്യൂട്ടിനെ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഞാൻ ഒരു കപ്പാസിറ്റർ എക്സ്ട്രാ കണക്ട് ചെയ്യുന്നുണ്ട്, അതിനെ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട്, ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് സൈഡ്. ഇനി പഴയതുപോലെ നിങ്ങളൊരു ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ടിനെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്തു.
ഇനി എങ്ങനെയാണ് ഇവിടെ നമുക്ക് 100% കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത ഒരു സെക്ഷനിലേക്ക് ഞാൻ അടുത്ത ഒരു ഇതിലേക്ക് വരികയാണ്, പേജിലേക്ക് വരികയാണ്. സോ നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഇത് എമിറ്റർ പോർഷൻ ആണ്, ഇത് നിങ്ങളുടെ എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇൻപുട്ട്, ഇത് നിങ്ങളുടെ ഔട്ട്പുട്ട്. ഇത് ആംപ്ലിഫൈഡ് വേർഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് സൈഡിലോട്ട് വരേണ്ടതാണ്. ഇനി എങ്ങനെയാണ് എനിക്ക് ഔട്ട്പുട്ട് സൈഡിൽ 100% കിട്ടുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇനി ഇവിടെ വരുന്നത് എ സി സിഗ്നൽ ആണ്. എ സി സിഗ്നലിന് നിങ്ങൾക്ക് അറിയാം കപ്പാസിറ്ററിന് ഒരു പ്രോപ്പർട്ടിയാണ്. കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സി സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ കപ്പാസിറ്റർ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. ഇനി ഡി സി സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ പറയാൻ പറ്റും അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. എ സി സിഗ്നൽ ആണ് വരുന്നതെങ്കിൽ if AC signal is coming, it will act as a short circuit, അല്ലെങ്കിൽ എ സി സിഗ്നലിനെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ എ സി സിഗ്നലിനെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അന്നേരം ഞാൻ ഈ സർക്യൂട്ടിനകത്ത് ഈ കപ്പാസിറ്ററിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്തായിട്ട് മാറ്റും? എ സി സിഗ്നൽ ആണ് വരുന്നത്. കണ്ടേ, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു എ സി സിഗ്നൽ ആണ് വരുന്നത്. അതിനെ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങളുടെ ഇവിടുത്തെ കമ്പോണന്റ് വന്നു, ഇവിടെ സിഗ്നൽ ഇവിടെ വന്ന് നിങ്ങൾ നിൽക്കുകയാണ്, ഇൻപുട്ട് ഇവിടെ വന്നു നിങ്ങൾ നിൽക്കുന്നു. ഇതിനകത്ത് രണ്ട് പാത്ത് ഉണ്ട്. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്, ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്, ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്. 3 പാത്തായി ഇപ്പൊ. അത് നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇതിനകത്ത് ഏത് പാത്തിൽ കൂടെ എപ്പോഴും സിഗ്നൽ പാസ് ചെയ്യുന്ന ലെസ് റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിലേക്ക് വലിയതായിട്ട് ചിന്തിക്കേണ്ട, കാരണം ഇത് എടുക്കത്തില്ല സിഗ്നൽ ഒരു കാരണവശാലും. ലെസ് റെസിസ്റ്റൻസ് പാത്താണ്. ഇനി ലെസ് റെസിസ്റ്റൻസ് പാത്തിൽ എന്തെങ്കിലും ഡെസിപ്പേറ്റിംഗ് ഡിവൈസ് ഉണ്ടോ? ഇവിടെ ഒരു ഡെസിപ്പേറ്റിംഗ് ഇല്ല, കാരണം ഇവിടെ ഒരു എലമെന്റ്സ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അന്നേരം ഇവിടെ വോൾട്ടേജ് ഡെസിപ്പേഷൻ 0 ആണ്. ഷോർട്ട് സർക്യൂട്ടിൽ ഒരു എലമെന്റും ഇല്ല. സോ വോൾട്ടേജ് ഡെസിപ്പേഷൻ വിൽ ബി ഈക്വൽ ടു 0 വോൾട്ട്. ഇവിടെ 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എനിക്ക് 100% കിട്ടും. ഇനി നിങ്ങൾ പറഞ്ഞു, ഇനി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ബൈപാസിംഗ് ആണ് നടക്കുന്നത്. ബൈപാസിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു എക്സ്ട്രാ പാത്തും കൂടെ ഞാൻ കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടി എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ അറ്റ് ദ എമിറ്ററിനെ സിഇയെ ഞാൻ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ വേണം അതിന്റെ എക്സ്പ്ലനേഷൻ പറയേണ്ടത്. ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ആൻ എക്സ്ട്രാ പാത്ത്, ഹെൻസ് 100% ആംപ്ലിഫിക്കേഷൻ ഈസ് പോസിബിൾ അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. നമുക്ക് കൊടുക്കുന്ന സിഗ്നലിന്റെ 100% നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഒന്നും കൂടെ ഞാനൊന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് ഫംഗ്ഷൻ ഓഫ് സിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തെ എലമെന്റ്സിനകത്ത് നമുക്ക് ഇൻപുട്ട് വരുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ കുറച്ച് ഡെസിപ്പേഷൻ റെസിസ്റ്റൻസ് വരും, ബാക്കിയുള്ളത് മാത്രമേ ഔട്ട്പുട്ട് സൈഡിലോട്ട് പോകുള്ളൂ. ഇനി അതൊരു ലെറ്റ് ഇറ്റ് ബി 80 and 20%. അങ്ങനെ ഒരു ഫാക്ടറിൽ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് സൈഡിൽ 100% ആംപ്ലിഫിക്കേഷൻ വേണം. ഞാൻ ആ സർക്യൂട്ടിനെ ഒന്ന് മോഡിഫൈ ചെയ്തു, എക്സ്ട്രാ ഞാനൊരു എലമെന്റ് കൊണ്ടുവരുന്നു സിഇ. എന്നിട്ട് ഞാൻ ആ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നു. കപ്പാസിറ്ററിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എ സി സിഗ്നലിനെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സി സിഗ്നലിനെ പാസ് ചെയ്യുന്ന പോയിന്റ് ഞാൻ അതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് എടുത്തു. നമ്മളിങ്ങനെ 2 പാത്ത് ക്രിയേറ്റ് ചെയ്തു. സിഗ്നൽ വന്നു, ലെസ് റെസിസ്റ്റൻസ് പാത്ത് ചൂസ് ചെയ്യും. പക്ഷെ ലെസ് റെസിസ്റ്റൻസ് പാത്തിൽ എലമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് വോൾട്ടേജ് ഡെസിപ്പേഷൻ 0 ആണ്, 0 വോൾട്ട് ആണ്. സോ നമുക്ക് 100% എവിടെ കിട്ടി? ഔട്ട്പുട്ട് സൈഡിൽ കിട്ടി. സോ ഇതാണ് ഒരു ആംപ്ലിഫയറിന്റെ സർക്യൂട്ട്, അതിന്റെ വർക്കിംഗ് ഞാൻ അടുത്ത ഒരു സെക്ഷനും കൂടെ പറയാം. സോ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം, അത് വെരി സിമിലർ ടു യൂണിവേഴ്സൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ഇൻ ബൈസിംഗ് സർക്യൂട്ടിനകത്താണ്. ഇനി നിങ്ങൾ അടുത്ത കമ്പോണൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. കമ്പോണൻസ് ഇത്രയുണ്ട്. അതിനകത്ത് വെരി ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ. ഇനി ഇതിന്റെ വർക്കിംഗ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരാം.
നിങ്ങൾ ആ സർക്യൂട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വരയ്ക്കുകയാണ് ഇവിടെ. നിങ്ങളുടെ R1, ഇത് RC, ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് VCC, ഇവിടുത്തെ R2, ഇവിടുത്തെ RE, ഇവിടെ ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ അതായത് CE, ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ C ഔട്ട് അല്ലെങ്കിൽ CC, ഇത് നിങ്ങളുടെ ഈ ഇൻപുട്ട് കപ്പാസിറ്റർ C ഇൻ, ഇവിടെ AC സിഗ്നൽ കൊടുത്തു, AC ഇൻപുട്ട്, ഇത് നിങ്ങളുടെ ലോഡ്, അതിന് അക്രോസ് ആയിട്ടാണ് വി ഔട്ട് എടുക്കുന്നത്, ഇത് RL ആണ്. ഇനി നിങ്ങൾ അതിന്റെ വർക്കിംഗ് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ വർക്കിങ്ങിനകത്ത് ഡിസ്കസ് ചെയ്യുക. വർക്കിംഗ് ആകെ പറയേണ്ടത്, ഞാൻ ആ വർക്കിങ്ങിന്റെ ഒരു ഹെഡ് ഇത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പോയിന്റ് വേണം പറയേണ്ടത്. AC സിഗ്നൽ നിങ്ങൾ ബേസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ യു ആർ ഇൻട്രൊഡ്യൂസിങ് എൻ AC ഇൻപുട്ട് ടു ദ ബേസ് സൈഡ്. ബേസിലോട്ട് ഒരു AC ഇൻപുട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ബേസിലോട്ടാണ് കൊടുക്കുന്നത്, അന്നേരം നിങ്ങൾക്ക് ബേസ് കറണ്ട് കിട്ടും. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ബേസ് റീജിയൻ ആക്റ്റീവ് ആയി, അന്നേരം ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങൾക്കറിയാം, ഇത് ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് കോമൺ എമിറ്റർ ആണ്. അന്നേരം ഇതിന്റെ കറണ്ട് ഗെയിൻ ഞാൻ പറഞ്ഞു, ഇതിന്റെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ബീറ്റയാണ്. ഇത് കാരണം IB കൊടുക്കുന്ന കാരണം ഈ കളക്ടറിൽ ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യും IC. ഇനി പറയാം, IC എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് IB ആണ്. കണ്ടോ, ബീറ്റ ടൈംസ്. അന്നേരം ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് കറണ്ട്, അല്ലെങ്കിൽ ദിസ് ഈസ് ഇൻപുട്ട് കറണ്ട്. സോ ഔട്ട്പുട്ട് കറണ്ട് കൂടി, ഔട്ട്പുട്ട് കറണ്ട് കൂടുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും കൂടി. അങ്ങനെ നമുക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ഒരു വർക്കിംഗ് വളരെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. അതിന്റെ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് ഡയഗ്രാം പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വേണം. അതിന്റെ ഒരു ആംപ്ലിഫയർ സിംഗിൾ സ്റ്റേജ് എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡിസ്കസ് what is DC analysis and what is AC analysis of the circuit. Okay, thank you.